മലപ്പുറം കൊണ്ടോട്ടിയിൽ 11-കാരൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ മണിക്കൂറുകളോളം വൈകിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതി നൽകി. എന്തിനാ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനം നടത്തിന്? ഗവൺമെന്റ് മക്കളെ കൊല്ലാനും നാട്ടുകാരെ കൊല്ലാനുമാണ് ഇങ്ങനത്തെ സ്ഥാപനമൊക്കെ ഗവൺമെന്റ് നടത്തിന്. ഗവൺമെന്റ് ആസ്പത്രി പറഞ്ഞാല് രോഗികൾക്ക് പരിചരണം കിട്ടാനാണ്. ഒരു സജ്ജീകരണം ഇല്ലാത്ത അവിടേക്ക് എന്തിനെ കുട്ടിനെ മോൾക്ക് അത് സീരിയസ് ആയ എന്റെ കുട്ടിനെ കൊണ്ടുപോയി. വെള്ളിയാഴ്ച വൈകിട്ട് 4:15 കൊണ്ടോട്ടി മുണ്ടക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ ആമിനാബിയുടെ മകൻ മുഹമ്മദ് ഷമാസിന് പരിക്കേറ്റത്. ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. മെഡിക്കൽ കോളേജിലെ മാതൃശിശു കേന്ദ്രത്തിലെത്തിച്ച കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ വൈകിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഞാൻ ഓലെ കാല് പിടിച്ച് വേറെ കൊണ്ടുപോകണം. അപ്പൊ തലന്റെ ഡോക്ടർ ഏതോ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ വന്നാരെ അപ്പോതിന്റെ കുട്ടിന്റെ ഏകദേശം കഴിഞ്ഞിക്കണ്. വന്നിക്കാണ്ട് പരിശോധിച്ച് ഇവിടെ ഓട്ടാക്കിക്കാണ്ട് ബ്ലഡ് ഇതാക്കി എക്സ്റേ എടുത്ത് അന്നേരമൊക്കെ അപ്പോത്തിനൾക്ക് പാച്ചിലായി. അപ്പോൾ തുടങ്ങി എൻ്റെ കുട്ടി പോകാനായിരുന്നു. അന്നേരം പാച്ചിൽ തുടങ്ങി എൻ്റെ കുട്ടീനെ നോക്കാനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓലോട് ചോദിച്ചു, നിങ്ങൾ ഞാൻ എന്തിനാ പായണ്? മരിക്കാനായ എത്ര സമയം പോലെ കൺവട്ടത്തിൻ്റെ കുട്ടി ഉണ്ടായിട്ട് ഓല് കാട്ടി. വാരിയലിലൊടിഞ്ഞതും ശ്വാസകോശത്തിനേറ്റ ഗുരുതര പരിക്കും കണ്ടെത്തിയത് ഏറെ വൈകിയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. വിദഗ്ധ ചികിത്സ ലഭിക്കാൻ 4 മണിക്കൂറോളം വൈകിയെന്നും ഇതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. പരുക്ക് ഗുരുതരമായിരുന്നുവെന്നും ചികിത്സ നൽകിയിട്ടുണ്ടെന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. 24 മലപ്പുറം.